നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് ചൂടേറി. 234 മണ്ഡലങ്ങളിലേക്ക് 4834 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്ന് തഞ്ചാവൂരിൽ പ്രചാരണം നടത്താനെത്തും. ടി.വി.കെ. അധ്യക്ഷൻ വിജയ് ഇന്ന് ശിവഗംഗ ജില്ലയിൽ കാരക്കുടിയിലാണ് പ്രചാരണം നടത്തുക. സജീവമായ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു മുന്നണികളെല്ലാം തന്നെ. തമിഴ്നാടിന് ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തമിഴക വെற்றிക്കഴകം തന്നെയാണ്. അവർ വളരെ കൃത്യമായി തന്നെ പ്രചാരണത്തിന് വിജയ് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വരുന്ന 3 ദിവസങ്ങളിൽ വിജയ്ക്ക് പ്രചാരണമുണ്ട്. അതിനുള്ള അനുമതി നേടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ശിവഗംഗയിലെ കാരക്കുടിയിൽ ഉള്ള പ്രചാരണത്തിനുള്ള അനുമതി ലഭിച്ചു. ഇന്നിപ്പോൾ 12 മണി മുതൽ 2:30 മണി വരെ റോഡ് ഷോ ആയും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പൊതുയോഗങ്ങളായും ഒക്കെയാണ് പ്രചാരണ പരിപാടി നടക്കുക. 12 മുതൽ 2:30 മണി വരെയാണ്. പോലീസിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ, സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുമുണ്ട്. നാളെ 11-ാം തീയതി 11-ന് 2 ഇടങ്ങളിലാണ് ഈ പറഞ്ഞ രീതിയിൽ വിജയ് പ്രചാരണം നടത്തുക. അതൊന്ന് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വിഴുപ്പുരത്താണ്, അതുപോലെ തന്നെ കടലൂർ, 2 ഇടങ്ങളിൽ കടലൂരിലും വിഴുപ്പുരത്തുമാണ് ഈ പറഞ്ഞ രീതിയിൽ വിജയ് പ്രചാരണം നടത്തുക. 12-ാം തീയതി കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലെ പ്രചാരണത്തിന് കൃത്യമായൊരു മാൻഡേറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അത് അവിടെ ഒരു കോളേജിനകത്തെ ഗ്രൗണ്ടിലാണ് നടത്തേണ്ടത്. 5000 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടൂ എന്നൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുനെൽവേലി, തൂത്തുക്കുടി മേഖലയിലൊക്കെ നടത്തിയപ്പോൾ 51 നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു. അത് കൃത്യമായി തന്നെ പാലിച്ചു ടി.വി.കെ. എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം ചെന്നൈയിൽ 2 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം വിജയ്ക്ക് പ്രചാരണത്തിന് അനുമതി നൽകിയിരുന്നില്ല പോലീസ്. അത് വില്ലിവാക്കത്തും അതുപോലെ തന്നെ ടി നഗറിലുമായിരുന്നു. അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു റോഡ് ഷോ ഒക്കെ നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതൊന്നും നടപ്പിലാകില്ല, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത് പോലീസ് പറയുന്ന അനുമതി നിഷേധിക്കുന്ന ഒരു നിലയുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കടലോര മേഖലകളിലേക്ക് എന്തായാലും വിജയുടെ ഒരു പ്രചാരണം മാറ്റുന്നത്. ഇനിയിപ്പോൾ എപ്പോഴാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. കാരണം പെരമ്പൂരിലാണ് വിജയ് മത്സരിക്കുന്നത്. തൃശ്ശിയിൽ നേരത്തെ തന്നെ റോഡ് ഷോ ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ സഹകരണം ഉണ്ടായി എന്നും പറഞ്ഞിരുന്നു. എന്തായാലും ടി.വി.കെയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കങ്ങൾ എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ കളം നിറഞ്ഞ് വിജയ് നിൽക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വരുന്ന 3 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായി നൽകിയിരുന്നത്. 4834 സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ നിലവിൽ ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. 7599 പേരാണ് പത്രിക നൽകിയിരുന്നത്. അതിൽ 305 പേർ പിൻവലിച്ചു. 2460 പത്രികകൾ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രചാരണം സജീവമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ദേശീയ നേതാക്കൾ, അതായത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുണ്ട്, അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ട് ഡി.കെ. ശിവകുമാർ കോൺഗ്രസിന്റെ പ്രചാരണത്തിനായി എത്തിയിരുന്നു. അങ്ങനെ ദേശീയ നേതാക്കളെല്ലാം തന്നെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നുമുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ തഞ്ചാവൂരിലാണ്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 5 മണിക്കാണ് തഞ്ചാവൂരിലെ മുഖ്യമന്ത്രിയുടെ പ്രചാരണം നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതിപക്ഷ നേതാവ് ചെന്നൈയിലെ 16 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടക്കുന്നത്. അത് ഇന്നും തുടരുക തന്നെ ചെയ്യും. മറ്റ് നേതാക്കളെല്ലാം